ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമൂസയാണ്. അപ്പൊ ഞാനിത് 2 തരത്തിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ രീതിയിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കുന്നത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പൊ ശർക്കര ചേർക്കുമ്പോൾ അതൊന്ന് ചീകിയിട്ട് ചേർത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഞാനൊരു 2 ഏലക്ക ചതച്ചിട്ടതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പൊ നമ്മളിത് ഒരുപാട് നേരം വഴറ്റുന്നൊന്നുമില്ല. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഞാനിത് സമൂസ ഷീറ്റിന്റെ ആ ഷീറ്റ് കൊണ്ടാണ് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉള്ള അവസരങ്ങളിൽ, വിരുന്നുകാരൊക്കെ വരുന്ന അവസരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഫില്ലിങ്ങും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതിനധികം സമയമേ എടുക്കത്തില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ മാവ് കുഴച്ചിട്ടുള്ള ഒരു മെത്തേഡും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സമൂസ മടക്കണ പോലെ തന്നെ ഇത് മടക്കിയതിന് ശേഷം ഞാനിവിടെ മൈദയും വെള്ളവും കൂടെ കലക്കി വെച്ചിരുന്നതാണ്. അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുക്കാൻ ഇടുമ്പോഴത്തേക്കും ഇത് തുറന്നു പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. വലിയവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് തന്നെയാണ്. പുറം നല്ല ക്രിസ്പിയും ഉള്ളിലും മധുരം ആകുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ഒന്നിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാതും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത മെത്തേഡ് കാണിക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ള് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനുണ്ടാവുക. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2-3 ദിവസം കേടാവാതിരിക്കുന്ന ഒരു പലഹാരം കൂടിയാണിത്. അപ്പോൾ ഇതൊരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കണ പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ആ രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ബോൾസ് ആക്കി എടുക്കുക. ഇപ്പോൾ ബോൾസിൻ്റെ വലുപ്പമൊന്നും പ്രശ്നമൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തിട്ടാണ് ഇത് മടക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. നന്നായിട്ട് പരത്തുക. അതായത് തീരെ കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാലും അത്യാവശ്യം കനം കുറച്ചിട്ടുള്ള രീതിയിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. പിന്നെ നമ്മളിത് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. നമ്മൾ ഈ സമൂസ ഷീറ്റിന്റെ വലുപ്പത്തിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് നീളത്തിൽ മുറിച്ചെടുക്കുക. നമ്മളൊരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഇത് എടുക്കുന്നത്. ഞാൻ പിന്നെ അതുപോലെ തന്നെയാണ് മടക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മടക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുത്താൽ ഇഷ്ടമാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ അതുപോലെ തന്നെ സമൂസ ഷീറ്റിന്റെ അത് മടക്കിയതുപോലെ തന്നെ ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് ഫില്ലിങ് വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി എടുക്കുകയാണ്. ഇത് ഈ 2 തരത്തിലും ഉണ്ടാക്കി നോക്കിയതിന് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സമൂസ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതാണ് കഴിക്കാൻ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് തന്നെയാണ് കഴിക്കാനായിട്ട്. പക്ഷെ ഇതിനകത്ത് എള്ള് ചേർത്തത് കൊണ്ട് ഇതിനകത്ത് ഒരു പ്രത്യേക ഒരു രുചി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തയ്യാറാക്കി നോക്കാവുന്നതാണ്. ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ഞാൻ എല്ലാതും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള സമൂസ ഷീറ്റിന്റെ ഉണ്ടാക്കിയ സമൂസ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും വീഡിയോ കാണാനും സാധിക്കും. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ സ്വീറ്റ് സമൂസ എല്ലാം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും